മൂൺ ആകൃതിയിലുള്ള ഒരു ബിൽഡിംഗ്. അതിൽ നമ്മൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാണുന്നത് പോലുള്ള ഗർത്തങ്ങൾ, എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് സീറോ ഗ്രാവിറ്റി ഉള്ള ഒരു സ്പേസ് പോർട്ട്. അതെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചാണ്, ലൂണാർ ലെക്സ് എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മൂൺ ആകൃതിയിലുള്ള ഈ ഒരു റിസോർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വെൽക്കം ടു എൻട്രി, മൈ നെയിം ഈസ് മുഹമ്മദ് ഷാ. അപ്പോൾ നമുക്കറിയാം, ദുബായ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആർക്കിടെക്ചറൽ വിസ്മയങ്ങൾ കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ദുബായ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ദുബായിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹം ഉണ്ടാവുക? തീർച്ചയായിട്ടും ബുർജ് ഖലീഫയുടെ മുന്നിലായിരിക്കും അല്ലേ? കാരണം ബുർജ് ഖലീഫ എന്ന് പറയുന്നത് ലോകത്തിന് മുന്നിൽ തന്നെ ഏറ്റവും വലിയൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ പാം ജുമൈറ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ആർക്കിടെക്ചറൽ വിസ്മയങ്ങളുള്ള ഒരു രാജ്യമാണ് ദുബായ്. ആ ഒരു ശ്രേണിയിലേക്കാണ് ദുബായിയുടെ ഏറ്റവും പുതിയ പ്രൊജക്റ്റ് ആയിട്ടുള്ള ലൂണാർ ലെക്സ് വരാൻ പോകുന്നത്. ലൂണാർ ലെക്സ് എന്ന് പറയുന്നത് ഒരു റിസോർട്ടാണ്. എന്താ ഈ റിസോർട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂൺ ആകൃതിയിലുള്ള ഈ ഒരു റിസോർട്ട് എന്ന് പറയുന്നതിന്റെ സർഫസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചന്ദ്രന്റെ ഗർത്തങ്ങൾ പോലെയുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിസോർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു കനേഡിയൻ ആർക്കിടെക്ചറൽ ഫേം ആണ്. മൂൺ വേൾഡ് റിസോർട്ട് എന്ന് പറയുന്ന ഈ ഒരു കനേഡിയൻ ആർക്കിടെക്ചറൽ ഫേം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന് എസ്റ്റിമേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് $500 കോടി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ എന്തെല്ലാം പ്രത്യേകതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ ഈ ഒരു റിസോർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ, ഈ എൻ്റർ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്പേസ് പോർട്ട് ആണെന്നാണ് അവർ പറയുന്നത്. എന്താ ഈ സ്പേസ് പോർട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ സീറോ ഗ്രാവിറ്റി ആയിരിക്കും. അതായത് നമ്മൾ സുനിത വില്യംസിന്റെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, സീറോ ഗ്രാവിറ്റിയിൽ സുനിത വില്യംസ് ഇങ്ങനെ പാറി നടക്കുന്നത് നമ്മൾ സ്പേസ് സ്റ്റേഷനിലുള്ള അത്തരം വീഡിയോസുകൾ കണ്ടിട്ടുണ്ടാവും. അതേപോലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സ്പേസ് പോർട്ടിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിസോർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടു കൂടി നിങ്ങളൊരു ചന്ദ്രനിൽ എത്തിയിരിക്കുന്ന അതേ ഒരു ഫീല്, ആ ഒരു ഇമാജിനേഷന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ ഓരോ റിസോർട്ടിന്റെയും റൂമുകൾക്ക് മുകളിലായിട്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞ പോലെയുള്ള ഈ ഒരു ഉപരിതലം, നിങ്ങൾക്ക് ചന്ദ്രന്റെ ഉപരിതലം നിങ്ങൾക്ക് അവിടെ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഇപ്പോൾ നിലവിൽ ദുബായിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷൻസുകളായിട്ട് ഒന്നായിട്ടുള്ള ദുബായ് മറീനക്കും അതേപോലെ തന്നെ ദുബായ് സിറ്റി എക്സ്പോക്കും ഇടയിലായിരിക്കും ഇത് നിർമ്മിക്കപ്പെടുക എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ദുബായിയുടെ 2040 ആ ഒരു വിഷനറി ആയിട്ടുള്ള പ്രോസസ്സിന്റെ പാർട്ടായിട്ട് തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റും വരാൻ പോകുന്നത്. 2031 ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ഈ ഒരു പ്രൊജക്റ്റിലേക്ക് 20 ലക്ഷത്തിലധികം ആളുകൾ പ്രതിവർഷം സഞ്ചരിക്കും. അതായത് ടൂറിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇവിടേക്ക് വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ ആളുകളും ഇപ്പോൾ ബുർജ് ഖലീഫയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു മൂൺ ഷേപ്ഡ് ആയിട്ടുള്ള റിസോർട്ടിൽ വന്ന് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഇതേപോലുള്ള ആർക്കിടെക്ചറൽ വണ്ടേഴ്സ് ആണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലുള്ള വലിയ വണ്ടേഴ്സ് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ വിസ്മയങ്ങൾ ഒരുപക്ഷെ വരും നാളുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ഒരുപാട് ഷോക്കേസ് ചെയ്യാൻ ദുബായ്ക്ക് സാധിച്ചതുപോലെ തന്നെ മറ്റനേകം സാധ്യതകളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്തെ എന്തെല്ലാം ഇതേപോലുള്ള വിസ്മയകരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള ആശയങ്ങളുള്ള ആളുകൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ, നമുക്ക് അത്തരം കമൻസിലൂടെ നമ്മുടെ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം നിങ്ങൾ തരുന്ന ഇൻപുട്ടിലൂടെയാണ് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളും ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൂൺ റിസോർട്ടിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.